നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരളമൊഴികെ ഒരിടത്തുമില്ല അഖിലേന്ത്യാ പണിമുടക്ക്. തമിഴ്നാട്ടിൽ പണിയെടുത്ത ജനം. ഡൽഹിയിൽ എന്നത്തെയും പോലെ ഇന്നും ബംഗാളിൽ പോലും പ്രതിഷേധമില്ല. കേരളത്തിൽ സമരാനുകൂലികളുടെ ഗുണ്ടായിസം. KSRTCയുടെ ആശുപത്രി സർവീസുകൾ വരെ തടഞ്ഞു. കരുനാഗപ്പള്ളിയിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ മർദ്ദിച്ചു. മഞ്ചേരിയിലും മാങ്കാവിലും പോലീസിനു നേരെ അക്രമം. പത്തനാപുരത്ത് മരുന്നു വിതരണ സ്ഥാപനം അടപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലും സമരാനുകൂലികളുടെ അഴിഞ്ഞാട്ടം. കടകൾ ബലമായി അടപ്പിച്ചു. പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ തകർത്തു. സംഘർഷം. സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുന്നതിനിടെ. പണിമുടക്കിനു പിന്നിൽ ഇടത് യൂണിയനുകൾ. ഡയസ്നോൺ പ്രഖ്യാപിച്ചത് ഇടത് സർക്കാർ. വൈരുദ്ധ്യത്തിൽ വലഞ്ഞ ജീവനക്കാർ. കൊല്ലത്ത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ തടഞ്ഞ സഖാക്കളെ നിയമം പഠിപ്പിച്ച പോലീസ്. ജോലിക്ക് കയറേണ്ടവരെ അല്ല ബലമായി തടയാൻ ആർക്കോ നിങ്ങൾ സമരം നടത്തുന്ന പോലെ അവർക്ക് കയറാനുള്ള അവകാശം ഇങ്ങോട്ട് മാറിക്കൊടുക്കാൻ ഇങ്ങനെ മാറിക്കൊടുക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് ബലമായി എവിടെ ഇത് അവകാശമില്ല. അവിടെ കയറി മര്യാദയോടല്ലേ കാണിക്കുന്നത്. അത് അവർക്ക് ബോധ്യപ്പെടണ്ടേ. നിങ്ങൾ കയറി. പീരുമേട്ടിൽ തപാൽ ജീവനക്കാരനെ മർദ്ദിച്ച് CPM നേതാവ്. ജനദ്രോഹ പണിമുടക്കിൽ കൈത്താങ്ങായി സേവാഭാരതി. ആശുപത്രികളിലേക്ക് സൗജന്യ ആംബുലൻസ് സർവീസ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണവും. ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് തിരുപ്പതി ദേവസ്വം. ദേവസ്ഥാനം നിയന്ത്രിക്കുന്നവരിൽ ക്രിസ്തുമത വിശ്വാസിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ A. രാജശേഖർ ബാബു മതപ്രചാരകനും. ജന്മനാട്ടിൽ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തയ്ക്കു പിന്നാലെ സസ്പെൻഷൻ. കീമിൽ സംസ്ഥാന സർക്കാരിന് വൻ തിരിച്ചടി. പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് നിർദ്ദേശം. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയതും റദ്ദാക്കി. സസ്പെൻഷനിലായ കേരള രജിസ്ട്രാർക്ക് VC-യുടെ വിലക്ക്. സർവകലാശാല ആസ്ഥാനത്ത് കയറരുതെന്ന് നോട്ടീസ്. SFI അഴിഞ്ഞാട്ടത്തിൽ DGPക്ക് പരാതി നൽകി ഡോക്ടർ സിസ തോമസ്. VC-യുടെ റിപ്പോർട്ടിൽ ചാൻസലറുടെ നടപടി ഇന്നുണ്ടായേക്കും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദം അവസാനിക്കുന്നു. സമവായത്തിലൂടെ പരിഹരിക്കാമെന്ന് സെൻസർ ബോർഡ്. ചില കോടതി രംഗങ്ങൾ മ്യൂട്ട് ചെയ്യണം. സബ്ടൈറ്റിലിൽ മാറ്റം വരുത്തണം. ജാനകി, ജാനകി പേരുകൾ ഉപയോഗിക്കാം. ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് പരിഗണിക്കും. विद्यार्थी परिषद ने सिखाया था। ABVPക്ക് പിറന്നാൾ മധുരം. ചരിത്രത്തിനൊപ്പം നടന്ന ദേശീയ പ്രസ്ഥാനം 76ന്റെ നിറവിൽ. സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട്. കേരളത്തിൽ ജലോത്സവം തുടങ്ങുന്നു. ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന്. ആവേശപ്പോരിന് 5 ചുണ്ടൻ വള്ളങ്ങൾ.
വിശദമായ വാർത്തകൾ നോക്കാം. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി. പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തു. സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷം. കൂട്ടമായി എത്തിയവർ ഹോട്ടലിലെ ഗ്ലാസുകൾ അടക്കം തകർക്കുകയായിരുന്നു. സാനു കെ സജീവ് ചേരുന്നു. സാനു, നമ്മൾ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി ഈ വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം CPM-ന്റെ ഗുണ്ടായിസമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും നടക്കുന്നത്. അത്തരത്തിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിലും നടന്നത്. ഹർത്താൽ അനുകൂലികൾ ഒരു ഹോട്ടൽ അടിച്ചു തകർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ഒരു അതിക്രമം നടന്നത് എന്നാണ്. എന്തായാലും ഇത് ഏതു രീതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും? ഹോട്ടൽ അധികൃതർ ഏതെങ്കിലും രീതിയിൽ പരാതി നൽകാൻ അവർ തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. എന്തൊക്കെ പ്രതികരണങ്ങളാണ് സാനുവിന് അവിടെ നിന്നും ലഭിക്കുന്നത്? രോഹിണി, ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തോട് ചേർന്നുള്ള ഹോട്ടലുകളിലും അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ CPM, അതായത് ഹർത്താൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടത്തിയത്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലാണുള്ളത്. ഈ പടിഞ്ഞാറേ നടയോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ആദ്യം ആക്രമണം നടത്തുന്നത്. അതായത് വെള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ താടി വെച്ചിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിലാണ്, നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്, ആ വസ്ത്രം ധരിച്ചെത്തിയ ആളുടെ നേതൃത്വത്തിലാണ് ആദ്യം ഈ ഒരു ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയതിനു ശേഷം അതീവ ഗൗരവമുള്ള വിഷയം അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞു എന്നുള്ളതാണ്. അതായത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഹർത്താൽ അനുകൂലികൾ പോയി മറിഞ്ഞു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ വാതിക്കലടക്കം പോലീസിന്റെ സംവിധാനങ്ങളുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതായത് ആയുധമേന്തിയ പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയവർ ഓടി മറിഞ്ഞത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. സുരക്ഷാ വീഴ്ച തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ആക്രമണം നടത്തി ഓടി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോഴും പോലീസുകാർ ഒരുപക്ഷെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് അക്രമം നടത്തി അവർ ഇവിടുന്ന് പോയി മറിഞ്ഞതിന് ശേഷം പലകുറി അവർ ഇരുചക്ര വാഹനങ്ങളിലെത്തി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ അടക്കം ഇവിടുന്ന് പോയോ എന്നുള്ളത് അവരുടെ പ്രത്യേക സംഘം എത്തിയിട്ട് പരിശോധിക്കുന്ന ഒരു നടപടിക്രമം ഈ ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതായത് കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വ്യാപക അഴിഞ്ഞാട്ടമാണ് നടത്തുന്നത്. നമ്മൾ അല്പം മുമ്പ് കണ്ട പോലെ തന്നെ ഹോട്ടലുകളിലേക്ക് ഇരച്ചു കയറുന്നവർ ഹോട്ടലിന്റെ മുൻഭാഗമടക്കം അടിച്ചു തകർത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ റോഡുകളിലാണെങ്കിൽ പൊതുനിരത്തുകളിലാണെങ്കിൽ അക്രമം നടത്തുന്നതെങ്കിൽ ഇത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു ക്ഷേത്ര കോംപ്ലക്സിനുള്ളിൽ തന്നെ ഒരു അടി നടത്തുന്നു, അക്രമം നടത്തുന്നു. അക്രമികൾ എന്നിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ അക്രമം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ ഹോട്ടലിനുള്ളിലേക്ക്, അതായത് ഹോട്ടൽ സൗവർണികയിലേക്ക് പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്ത്, അതായത് 250 മീറ്റർ മാത്രം അകലെയുള്ള ഈ ഒരു ഹോട്ടലാണ് അടിച്ചു തകർക്കുന്നത്. ഈ ഹോട്ടൽ അടിച്ചു തകർത്തിട്ടാണ് ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറയുന്നത്. 50-ലധികം അക്രമികൾ ഈ ഹോട്ടൽ അടിച്ചു തകർക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പോലീസ് പരിശോധന നടത്തുകയാണ്. അതായത് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വന്ന് അല്പം മുമ്പ് പരിശോധന നടത്തി. ഇപ്പോഴും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഹോട്ടലിൽ തുടരുകയാണ്. ഇനിയും ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല. കാരണം അല്പം മുമ്പ് പോലും ഈ അക്രമി സംഘത്തിലെ ചിലർ ഈ ക്ഷേത്ര പരിസരത്തെത്തി, അല്ലെങ്കിൽ നമ്മൾ ജനം TV വാർത്താ സംഘം ഇവിടുന്ന് പോയി മറിഞ്ഞു എന്നുള്ള കാര്യങ്ങളടക്കം നോക്കി പോയി എന്നുള്ളത് വീണ്ടും അവർ ഇത്തരത്തിൽ ഈ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെ വേണം കാണാനായിട്ട്. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഹോട്ടലിൻ്റെ ഉൾഭാഗത്തെ പല ഭാഗങ്ങളും ചില്ല് ഗ്ലാസുകളടക്കം അടിച്ച് തച്ചുടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം അവർ ഈ ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടക്കം, അതായത് ക്ഷേത്രത്തിലെത്തി തിരിച്ചു മടങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഭക്തർ കയറിയ ഓട്ടോറിക്ഷ തൊഴിലാളികളെ വരെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വരെ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറി എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം. അതായത് ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരെ തിരിച്ചു മടങ്ങാൻ വേണ്ടി സ്വന്തം വാഹനത്തിൽ വീടുകളിലേക്ക് മടങ്ങാൻ പോലും അനുവദിക്കാത്ത ഒരു നിലയിലേക്ക് ഈ ഹർത്താൽ അനുകൂലികൾ മാറുന്നു എന്നുള്ളത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. അതായത് ക്ഷേത്രത്തിനുള്ളിൽ പോയി മറിഞ്ഞവർ എവിടെയാണ് അവർ മറിഞ്ഞിരിക്കുന്നത്, എവിടെയാണ് അവരുടെ ഓടി രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഈ ഹോട്ടൽ ഉടമകളടക്കം പറയുന്നുണ്ട്. അതായത് ഈ 50ഓളം ആളുകളാണ് ഈ അക്രമം നടത്തി അവർ ഒന്നിച്ച് ഒറ്റ സംഘമായിട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇപ്പോൾ പോയി മറിഞ്ഞിട്ടുള്ളത്. അതെ സാനു, അതുമാത്രമല്ല ഇതിന്റെ ഏറെ ഗൗരവതരമായ കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരെ ഉൾപ്പെടെ ഇതിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചില്ല് ഗ്ലാസുകൾ അടക്കം അടിച്ച് തെറിപ്പിക്കുകയും അവിടെയെല്ലാം കാര്യമായ നാശനഷ്ടം വരുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യമാണ്.
പൊതുമുതൽ നശിപ്പിച്ചുകൂടാ. ഇത്തരം പണിമുടക്കുകളിൽ വ്യക്തികളെ തടയാൻ പാടില്ല, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമമുള്ള ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇവർ ഈ രീതിയിലുള്ള ഗുണ്ടായിസം നടത്തുന്നത് എന്നുള്ളതാണ്. സാനു, അതുമാത്രമല്ല, നമുക്കറിയാം ഭാരതത്തിൽ എങ്ങും ഇവർക്കൊരു സ്വാധീനവും ചെലുത്താൻ ഈ പണിമുടക്ക് കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഇവർ ഇത്തരത്തിൽ കടയടപ്പിക്കുകയും ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം അവർക്കിവിടെ ഗുണ്ടായിസം നടത്താം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രം. അല്ലാതെ നമ്മൾ പല സംസ്ഥാനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ തന്നെ. അവിടെയൊന്നും ഒരു ചലനവും ഈ ദേശീയ പണിമുടക്കിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാം സാധാരണ ജീവിതം, ജനജീവിതം നയിക്കുകയാണ്. ഇവിടെ മാത്രം ഇവരുടെ ഗുണ്ടായിസം ഇങ്ങനെ അരങ്ങേറുകയാണ്. പോലീസ് പലപ്പോഴും നോക്കിക്കുത്തികളാകുന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയം ഭയന്നുകൊണ്ട് തന്നെയാകാം എന്നുള്ളതല്ലേ? കാരണം ആദ്യ മണിക്കൂറുകളിലൊക്കെ പോലീസ് അവിടെ നിഷ്ക്രിയമാകുന്ന കാഴ്ചയും കൂടി കാണാൻ സാധിച്ചല്ലോ. തീർച്ചയായിട്ടും ഈ ഹർത്താലിൻ്റെ ഏറ്റവും കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം, അതായത് നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്തേക്കും വാളയാറിന് പുറത്തുള്ള ഭാഗങ്ങളിലേക്കും അതേപോലെ തന്നെ മംഗലാപുരത്തേക്കും ഈ പ്രദേശങ്ങളിൽ മാത്രമാണ്, ഇതിനുള്ളിലുള്ള പ്രദേശത്തിൽ, കേരളത്തിൽ ഉള്ളിൽ മാത്രമാണ് ഈ ഹർത്താൽ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ട് കാര്യം. അതായത് ദേശീയ പണിമുടക്കുന്ന പേരുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതിൻ്റെതായിട്ടുള്ള യാതൊരു അലയൊലികളോ ചലനങ്ങളോ ഇല്ല എന്നുള്ളതും ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ്. എന്തായാലും കേരളത്തിനുള്ളിൽ അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പോലും, അതായത് നമ്മൾ രാവിലെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്താണ്, തപാൽ ഓഫീസുകളിലടക്കം എത്തുന്ന ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തുന്നു, അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഗൗരവകരമേറിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രം വളരെ സുരക്ഷാ മേഖലയാണ്, അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ളൊരു പ്രദേശമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതിനു ശേഷം ഒരു 50ഓളം ആളുകൾ പോയി മറയുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് ആയുധമേന്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കാവൽ നിൽക്കുന്ന അവർക്ക് മുന്നിലൂടെ ഇവർ പോയി മറഞ്ഞു എന്നുള്ളത് അത്യന്തം ഗൗരവകരമേറിയ ഒരു വിഷയമാണ്. അപ്പോൾ ഈ അക്രമം നടത്തുന്നു, അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു, പിന്നീട് അല്പസമയത്തിന് ശേഷം ഇവർ കടയടച്ചോ എന്ന് അറിയുന്നതിന് വേണ്ടി വീണ്ടും അവർ ഇതേ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കടയുടെ ഉടമകൾ അടക്കം ആവശ്യപ്പെടുന്നത് ഈ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം, ഇവരെ കണ്ടെത്തണം, ഇവരെ നിയമപരമായി. ഈ കടയിൽ സ്വാഭാവികമായും ക്ഷേത്ര പരിസരത്തുള്ള കടകളാണ്, അവിടെയെല്ലാം CCTVകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അക്രമികളുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ അതിൽ പതിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുത്താലും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. എന്നാലും ഈ എത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമായി കേസുകളൊക്കെ ഒതുക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണല്ലോ. ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ഗുണ്ടകൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം തുടർന്ന് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം. തീർച്ചയായിട്ടും. അതായത് ഈ കട ആക്രമിക്കുന്നതിന് തൊട്ട് മുന്നേ ക്ഷേത്രത്തിന് തൊട്ട് പിന്നിലുള്ള, അല്ലാതെ പടിഞ്ഞാറ് നടയുടെ തൊട്ട് സമീപമുള്ള ആദ്യത്തെ ഒരു കടയിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയിരുന്നു. ആ കടയിലെ വസ്ത്രങ്ങളടക്കം ഈ അക്രമി സംഘം, അതായത് നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ആ ഒരു താടി വെച്ചിട്ടുള്ള വെള്ള ഷർട്ടും വെള്ള മുണ്ട് കൊടുത്തിട്ടുള്ള അക്രമിയുടെ നേതൃത്വത്തിൽ, അത്തരത്തിൽ ആ ഒരാളുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ആളുകളാണ് ഈ ഹോട്ടലും അതേപോലെ തന്നെ പടിഞ്ഞാറ് നടയുടെ തൊട്ട് സമീപത്തുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ അക്രമം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടർച്ചയായിട്ട് ഈ ഗുരുവായൂർ പ്രദേശത്തെ സ്വരങ്ങൾ ഭീഷണി ഉയർത്തുന്നത്, അല്ലെ അവരുടെ തിട്ടൂരം അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഈ ഒരു അക്രമിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അടിച്ചു തകർക്കപ്പെട്ടിട്ടുള്ള ഹോട്ടലിന്റെ ഉടമകളടക്കം പറയുന്നത് അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്, മറ്റ് ചാവക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ ആളാവാം ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. എന്തായാലും പുറത്തുനിന്നുള്ള ആൾക്കാർ എത്തുന്നു, അവർ ഈ കടകളിലേക്ക് വലിയൊരു അക്രമം നടത്തുന്നു, ക്ഷേത്രത്തിനുള്ളിലേക്ക്, അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറയുന്നു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഈ കടയിലേക്ക് എത്തുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് ക്ഷേത്രത്തിൽ കാവൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയൊരു അക്രമം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിട്ടുള്ളത്. നമ്മളവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ആ കടയിലെ ആ ജീവനക്കാരനെ, അല്ലെ കട നടത്തുന്ന വ്യാപാരിയെ നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും നീ നാളെ കട തുറക്കുമല്ലോ എന്നുള്ള രീതിയിൽ ആക്രോശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അവർ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പടിഞ്ഞാറേ നടയിൽ നിന്ന് മറ്റ് നടകളിൽ, കിഴക്കേ നടയിൽ അടക്കം ചെന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. രോഹിണി.
ശരി സാനു, എന്തായാലും സമരാനുകൂലികളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഗുരുവായൂരിൽ നടന്നത്. മറ്റൊരു തരത്തിലും സമരം വിജയിപ്പിക്കാൻ കഴിയില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഗുണ്ടായിസം കാണിച്ച് അക്രമം നടത്തിയുമൊക്കെ ജനങ്ങളെ വീട്ടിലിരുത്താമെന്ന് കരുതുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ ഇതിനെ തള്ളിക്കളയുന്ന കാഴ്ചയും കണ്ടതാണ്. കേരളത്തിലും അത്തരമൊരു സാഹചര്യം തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാം, ഇവിടെ രാഷ്ട്രീയ ഗുണ്ടകൾ ഇങ്ങനെ പൊതുനിരത്തിൽ അഴിഞ്ഞാടുകയാണ്. ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടതുകൊണ്ടാകാം പോലീസിനും വലിയ കാര്യമായൊരു ഇടപെടലൊന്നും ഇവർക്ക് നേരെ നടത്താനും കഴിയുന്നില്ല എന്നുള്ളത്. സാനു കെ സജീവാണ് ഗുരുവായൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയതിന്. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് മാങ്കാവ് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ആളുകളെ തടഞ്ഞ് സമരാനുകൂലികൾ. പെട്രോൾ അടിക്കാൻ അനുവദിച്ചില്ല, വാഹനങ്ങൾ തടഞ്ഞു. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. പോലീസിന്റെ ലാത്തി വലിച്ചെറിയുകയും ചെയ്തു ഈ സമരാനുകൂലികൾ. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, നമ്മൾ കഴിഞ്ഞതാണ്, വലിയ സംഘർഷ സാഹചര്യം അവിടെ ഉടലെടുത്തതാണ്. പോലീസ് സാധാരണക്കാർക്ക് അവിടെ പെട്രോൾ അടിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സംരക്ഷണം ഉണ്ടാക്കിയപ്പോൾ തടിച്ചുകൂടിയ അക്രമികൾ അത് വലിയ സംഘർഷ സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അവിടെ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം തന്നെയാണോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, തീർച്ചയായും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ കയറ് അഴിച്ചു മാറ്റിയെങ്കിലും പ്രവർത്തകർ പറയുന്നത് പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ സമരാനുകൂലികൾ പറയുന്നത്. ആ ആവശ്യം മുന്നോട്ട് വെച്ച് ഇവരെ മനുഷ്യച്ചങ്ങലി ഉൾപ്പെടെ തീർത്ത് ഈ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ തന്നെയാണ് ഇതുണ്ടായത്. ആദ്യം പോലീസ് ആ കയർ അഴിച്ചു മാറ്റുന്നു. പക്ഷേ പോലീസ് ആ കയർ അഴിച്ചു മാറ്റിയിട്ടും പിന്നീട് മറ്റൊരു കയർ ഉപയോഗിച്ച് ഈ പെട്രോൾ പമ്പ് ബന്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത് റിപ്പോർട്ട് ചെയ്ത ജനൻ ടി വി മാധ്യമ സംഘത്തിന് നേരെയും വലിയ രീതിയിൽ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതായത് മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു സമരം നടക്കുക. എന്നിട്ട് പോലും ഈ ആളുകൾക്കൊന്നും തന്നെ ഇവിടെ വന്ന് പെട്രോൾ അടിച്ച് മടങ്ങി പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതായത് പകുതി വഴിക്കുന്നു തന്നെ ഈ ആളുകളെ പെട്രോൾ അടിക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ വഴി തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. ആളുകളെ ഒക്കെ തന്നെയും ഇത്തരത്തിൽ പെട്രോൾ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വഴി തിരിച്ചുവിടുകയാണ്. പ്രവർത്തകരെ പേടിച്ചുകൊണ്ട് ഈ ആളുകളൊക്കെ തന്നെയും മറ്റ് പെട്രോൾ പമ്പുകൾ തേടി യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കെട്ടിയ കയറഴിച്ചിട്ടും പ്രവർത്തകർ റോഡിൽ ഇരുന്ന് സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. പകുതി വഴിയിൽ നിന്ന് തന്നെ ഈ ആളുകളെ തടയുകയാണ് ഇവർ ചെയ്യുന്നത്. പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെട്രോൾ അടിക്കാൻ സമ്മതിക്കില്ല. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി വന്ന നിരവധി ആളുകളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പകുതി വഴിയിൽ നിന്ന് തന്നെ തടയുന്ന ഒരു കാഴ്ച തന്നെയാണ് രോഹിണി ഇവിടെ കാണുന്നത്. പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇവിടെ നിലവിലുള്ളത്. രോഹിണി, അതുമാത്രമല്ല ദിസ്ന, നമുക്കറിയാം അങ്ങനെ സാധാരണക്കാരെ തടയാനുള്ള ഒരു അവകാശവും ഈ സമരാനുകൂലികൾക്കില്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിനൊത്ത് ജീവിക്കാനാണ് ഇന്ത്യൻ ഭരണഘടന അങ്ങനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ അവർക്ക് അവരുടെ സമരം നടത്താം. പക്ഷേ ഒരു സാധാരണക്കാരന് പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ പോലും സാധിക്കില്ല. അവിടെ ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇതിനെതിരെ അതിശക്തമായ ഒരു താക്കീതോ നടപടിയോ ഇനി ഉണ്ടാകേണ്ടതല്ലേ? ഒരുപക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. വളരെ നിഷ്ക്രിയരായി നിൽക്കുന്നൊരു കാഴ്ച. പൊതുജനങ്ങളെങ്കിലും ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. രോഹിണി, ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊതുജനങ്ങൾ വലിയ രീതിയിൽ ഭീതി, അതായത് ഭയപ്പാടോടെയാണ് ഈ ഇവരുടെ പ്രതിഷേധത്തെ നോക്കി കാണുന്നത് എന്ന് തന്നെയാണ്. അതായത് നിരവധി ആളുകൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നുകൊണ്ട് ഈ പാതി വഴിയിൽ നിന്ന് തന്നെ ഇവരെ തടയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പെട്രോൾ അടിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച നടത്തി. പോലീസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് രോഹിണി, പെട്രോൾ അടിക്കുന്ന ആളുകൾ പെട്രോൾ അടിച്ചു പോകട്ടെ, അവർക്ക് സംരക്ഷണം നൽകുമെന്ന് പറയുമ്പോഴും ഈ പ്രവർത്തകർ ഈ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളെ തടയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവർ ഈ പെട്രോൾ പമ്പിന് മുന്നിൽ ഒരു കയറ് കൊണ്ടൊരു വലയം അല്ലെങ്കിൽ കയറ് കൊണ്ട് ഭേദിച്ചൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് പോലീസ് മുറിച്ചു മാറ്റിയപ്പോഴാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, പെട്രോൾ അടിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഈ വാർത്ത ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല
എന്ന് അവർ ഇപ്പോഴും പറയുന്നു. അതായത് ദിസ്ന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വലിയ പോലീസ് സന്നാഹം കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഒരു സാധാരണക്കാരൻ പോലും ആ പെട്രോൾ പമ്പിന് ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? പോലീസ് ഇപ്പോൾ സംരക്ഷണം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സാധാരണക്കാരെ ഭയപ്പെടുത്തി ഈ ഗുണ്ടകൾ അവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതല്ലേ ദിസ്നയ്ക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്? തീർച്ചയായും ഈ പോലീസും സമരക്കാരും തമ്മിൽ ഇപ്പോൾ ഒരു ചർച്ചയിലെത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്കാണോ ഇവർ എത്തിയിരിക്കുന്നത് എന്നത് തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സമരക്കാരെ വിളിച്ചു വരുത്തി വലിയ രീതിയിൽ അത്തരത്തിലൊരു അതായത് ഒരു ചർച്ച നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എന്നാൽ അഭ്യർത്ഥന മാനിക്കാതെ ധിക്കാരപരമായിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്ന വാശിയിലായിരുന്നു ഇവിടുത്തെ മാനേജർ. പോലീസ് അടക്കം അവരോട് സംസാരിച്ചിട്ട് പോലും അവർ വഴങ്ങാൻ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സമാധാനപരമായിട്ട് സംയുക്ത സമരസമിതിയുടെ പ്രവർത്തകർ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് അതിൻ്റെ രോഹിണി, നിലവിൽ ഇവർ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളെ തടയുക തന്നെയായിരുന്നു തങ്ങളുടെ നിലപാട് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ സമരാനുകൂലികൾ വ്യക്തമാക്കിയത്. അതെ, അത് മാത്രമല്ല ദിസ്ന, ആ സമരാനുകൂലി പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ പെട്രോൾ പമ്പ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തുറക്കുമെന്ന് ധാർഷ്ട്യത്തോടെ മാനേജർ പറഞ്ഞു എന്ന്. ഇവിടെ ധാർഷ്ട്യവും ഗുണ്ടായുസവും ഒക്കെ കാണിക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. തനി ഗുണ്ടായുസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു സമരം വിജയിക്കില്ല എന്ന് 100% ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സാധാരണക്കാരുടെ മേൽ ഇത്തരം ഭീഷണിയും അക്രമവും ഒക്കെ അഴിച്ചുവിടുന്ന ക്രിമിനലുകളെയാണ് നമുക്ക് ഇന്ന് പൊതുനിരത്തിൽ കാണാൻ കഴിയുന്നത്, അല്ലേ ദിസ്ന? തീർച്ചയായും രോഹിണി, തീർച്ചയായും ഇവരുടെ ഒരു ഭീഷണിയിൽ ഈ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ ഉടമകളൊക്കെ എത്തിയതെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന് തുടങ്ങിയ ധാർഷ്ട്യത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഈ പ്രവർത്തകർ ഉള്ളത് രോഹിണി. അവർ പറയുന്നത് ഈ പെട്രോൾ പമ്പിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാനുണ്ട് രോഹിണി. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണുന്നത്. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നിറവേറ്റിക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുക. പക്ഷേ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിൽ ഈ പെട്രോൾ അടിക്കാൻ വരുന്ന പ്രവർത്തകരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ പ്രവർത്തകർ കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് രോഹിണി. ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ പ്രവർത്തകർ വലിയ രീതിയിൽ നമുക്ക് നേരെ മുദ്രാവാക്യങ്ങളും ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവര് റോഡിലേക്ക് നിരന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രോഹിണി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരിപ്പോൾ ഈ സമരാനുകൂലികൾ ഇത് വീണ്ടും ആ ചങ്ങല ഉപയോഗിച്ച് അതിന്റെ കവാടം അടച്ചു കഴിഞ്ഞു, അത് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന ഒരു പോലീസ് സന്നാഹത്തെയാണോ ദിസ്നയ്ക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു പോലീസ് സന്നാഹത്തെ തന്നെയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമരാനുകൂലികൾ പിന്മാറില്ല എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും രോഹിണി, ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ സമരാനുകൂലികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് 6 മണി വരെ പെട്രോൾ പമ്പ് അടച്ചിടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പമ്പുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തിയിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ വിജയശ്രീ ലാളിതരായ പോലെ തന്നെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സാധാരണക്കാരായ ആളുകൾ വെറും നോക്കുകുത്തിയായി മാറുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ ജനജീവിതത്തെ ദുഷ്കരമാക്കുന്ന രീതിയിലേക്കാണ് ഈ സമരം പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 6 മണി വരെ ഈ പെട്രോൾ പമ്പ് അടച്ചിടും എന്ന അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ സമരാനുകൂലികളെക്കാൾ ഇരട്ടി പോലീസ് സന്നാഹം അവിടെയുണ്ട്. പുരുഷ പോലീസും വനിതാ പോലീസും ഒക്കെയുണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു ജനാധിപത്യ
ജനാധിപത്യ വ്യവസ്ഥയിൽ എത്രത്തോളം പരിതാപകരം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ, മറ്റൊരു സംസ്ഥാനം നൽകുമെന്നല്ലേ പറഞ്ഞത്. തീർച്ചയായിട്ടും നൽകും. എന്നിട്ട് എന്താ ഇങ്ങനെ ഒരു 6 മണി വരെ പൂട്ടിയിടാനുള്ള ഒരു തീരുമാനം? അല്ല, ആ തീരുമാനം എനിക്കറിയില്ല. അത് മാനേജർ എടുത്ത തീരുമാനമാണ്, പമ്പ് മാനേജർ എടുത്തതാണ്. പോലീസ് അറിയില്ല. രോഹിണി, തീർച്ചയായും പോലീസ് പറയുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറാണ് എന്നാണ്. പക്ഷെ അത് മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ്. പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ്. 6 മണി വരെ പെട്രോൾ പമ്പ് അടച്ചിടും. സാധാരണക്കാരായ ആളുകൾ വന്നാൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന നിലപാടിലേക്കാണ് പോലീസ് ഉള്ളത്. പക്ഷേ മാനേജ്മെന്റ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. 6 മണി വരെ ഈ പെട്രോൾ പമ്പ് അടച്ചിടും എന്നത് തന്നെയാണ്. അതെ, അതിലേക്ക് നയിച്ചത് നമ്മൾ കണ്ടതല്ലേ. ചർച്ച എന്നുള്ളതിന്റെ രീതിയിൽ ഒരുപക്ഷെ അവിടെയുള്ള മാനേജറുമായി ഇവർ ഭീഷണി സ്വരം തന്നെ ആയിരിക്കാം മുഴക്കിയത്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അടച്ചിടുകയാണ് എന്നുള്ളതാണ്. കാരണം കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബിസിനസ് നടത്തുന്നവർക്കാണല്ലോ നഷ്ടം, അല്ലാതെ തെരുവിലിറങ്ങി അക്രമം കാണിക്കുന്നവർക്ക് എന്ത് നഷ്ടം? അവർക്ക് ഇന്നത്തെ ദിവസം റോഡിൽ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് നൽകിയവരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി നമ്മൾ. എന്തായാലും കോഴിക്കോട് മാങ്കാവ് പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ പെട്രോൾ അടിക്കാനെത്തിയ സാധാരണക്കാരെയാണ് ഈ സമരാനുകൂലികൾ തടഞ്ഞവരുടെ ഗുണ്ടായിസം കാണിച്ചിരിക്കുന്നത്. ആദ്യം പോലീസ് ഇവർക്ക് സംരക്ഷണം നൽകുമെന്നൊക്കെ അറിയിച്ചിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുകയും തുടർന്ന് ആ പെട്രോൾ പമ്പ് അടച്ചിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സാധാരണക്കാരന്റെ അവകാശങ്ങളെ ധ്വംസിക്കാൻ ഈ സമരാനുകൂലികൾക്ക് എന്ത് അവകാശം എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സമരാനുകൂലികൾ മർദ്ദിച്ചു. ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ നീലംപേരൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. ഇടതനുകൂല സംഘടനാ പ്രവർത്തകരാണ് മർദ്ദിച്ചത്. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ കയറിയാണ് മർദ്ദിച്ചത്. പെട്ടെന്ന് അവർ രണ്ട് ഭാഗത്തു നിന്നും കഥകിൽ തല്ലിപ്പൊളിച്ച് അസഭ്യവർഷത്തോടുകൂടി സ്ത്രീകളുൾപ്പെടെയുള്ള ആളുകളെ ചീത്ത വിളിച്ചുകൊണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ ബാക്ക് ഡോറിലും ഫ്രണ്ട് ഡോറിലും വന്ന് ശക്തി കൊണ്ട് മറ്റേ കുടി കെട്ടുന്ന കമ്പ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്തായിരുന്നു. അപ്പം അവിടുത്തെ സമരാനുകൂലികളായിട്ടുള്ള ഡിവിഷണൽ NFP എന്ന് പറയുന്ന യൂണിയൻ്റെ ഡിവിഷണൽ സെക്രട്ടറി ജിതിൻ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്താശ ചെയ്തിട്ടാണ് അവർക്ക് അകത്ത് കയറാനായിട്ട് സാധിച്ചത്. അവരകത്ത് കയറി വന്നിട്ട് എല്ലാ ആൾക്കാർ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റൽ അസിസ്റ്റൻറ്റുമാരെ എല്ലാം എഴുന്നേപ്പിച്ച് വിട്ടു. പോസ്റ്റ് മാസ്റ്ററിൻ്റെ ക്യാബിനിലേക്ക് ഇരച്ച് കയറി പോസ്റ്റ്മാൻമാരോടും എല്ലാം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോകാൻ തയ്യാറായില്ലായിരുന്നു. അവർ വണ്ടിയുടെ കാറ്റെല്ലാം അഴിച്ചുവിടാൻ പോവാണ്, എല്ലാ വണ്ടികളുടെയും കാറ്റ് ഞങ്ങൾ ഇപ്പം തന്നെ അഴിച്ചു വിടുമെന്ന് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, സംസ്ഥാനത്തൊട്ടാകെ സമരാനുകൂലികൾ നടത്തുന്നത് വലിയ രീതിയിലുള്ള അക്രമവും മനുഷ്യാവകാശ ലംഘനവുമാണ്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ സമരാനുകൂലികൾ മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായല്ലോ. എന്താണ് അവിടെ നടന്നത്? അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കോട്ടയം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് കാഞ്ഞിരപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ ഇത്തരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇത്തരത്തിൽ ആക്രമിക്കുകയുണ്ടായി. ഇപ്പോൾ ചങ്ങനാശ്ശേരി പോസ്റ്റ് ഓഫീസും ഇത്തരത്തിലുള്ള വലിയ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ്. പോസ്റ്റ്മാനായിട്ടുള്ള പോസ്റ്റ്മാൻ നീലംപേരൂർ സ്വദേശിയായിട്ടുള്ള വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. വിഷ്ണുവിൻ്റെ നെഞ്ചിനും വയറിനും വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. മർദ്ദനത്തെ തുടർന്ന് ഇപ്പോൾ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണുവിനെ നെഞ്ചിലും വയറിലുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇടതനുകൂല തൊഴിലാളി സംഘടനാ നേതാവ് ജിതിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസിന്റെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഈ മേഖലയിലൂടെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളെ അടക്കം വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോട്ടയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ആക്രമണം സംബന്ധിച്ച് ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് അധികൃതർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വകുപ്പ് മുൻ മേധാവികൾക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിട്ടും ഉണ്ട്. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് അധികൃതർ നൽകിയിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.
ഇടത് സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിനോട് പുറംതിരിഞ്ഞ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. പണിമുടക്കിൽ ഒരു സ്ഥാപനങ്ങളും അടച്ചിട്ടില്ല. കോയമ്പത്തൂർ ഉക്കടം ബസ് സ്റ്റാൻഡിൽ KSRTC ഒഴികെ എല്ലാ ബസ്സുകളും സർവീസ് നടത്തുന്നു. CPM-ന് ചെറുതായെങ്കിലും സ്വാധീനമുള്ള പ്രദേശമാണ് കോയമ്പത്തൂർ. എന്നാൽ പണിമുടക്കിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പണിമുടക്ക്, ഹർത്താൽ എന്നൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിൽ പലരും വീടിന് പുറത്തിറങ്ങാതിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ തൊട്ടയൽപക്കമായ തമിഴ്നാട്ടിൽ ഇന്ന് ഈ പണിമുടക്ക് യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിലെ ഉക്കടം ബസ് സ്റ്റാൻഡിലാണ്. ഈ ഉക്കടം ബസ് സ്റ്റാൻഡിലെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആളുകളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഒരു ദിവസം എല്ലാ ദിവസത്തെയും പോലെ അവർ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നൊക്കെ മുഴു അടയ്പ്പ് തന്നെ ഇന്നൊക്കെ മുഴു അടയ്പ്പ് തന്നെ ഇന്ന് ബന്ധാണ് ഇവിടെ, സ്ട്രൈക്കാണ്. പക്ഷേ എല്ലാ ബസ്സുകളും ഗവൺമെൻറ് ബസ്സുകളുടെ കടകളായിട്ട് ഗവൺമെൻറ് കളക്ടർ ഓഫീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. കേരളത്തിലൊക്കെ മുഴുവനായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ അതിൻ്റെ CI2-ൻ്റെ കളക്ടർ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ ബസ്സുകളും തടയേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ജനങ്ങളും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല. അവർ ഇത് കണ്ടില്ലേ, ഞങ്ങൾ കാണാനില്ലേ, കംപ്ലീറ്റ് എല്ലാവരും വരുന്നുണ്ട്, പോകുന്നുണ്ട്. മുഴുവടയിപ്പിലെ കേൾവിപ്പെട്ടെങ്ങനെ മുഴുവടയിപ്പ് മക്കളും സപ്പോർട്ട് പണ അത് തന്നെയാണ്. ഏതായാലും ഈ ബസ് உட்பட പോകുന്നുണ്ട്. ஆனால் அன்னைக்கு முழு அடைப்பு தானே, பஸ் எல்லாம் ஓடுது. பஸ் ஓடுது, நம்மளுக்கு நிர்வாகத்துலேருந்து சொல்கிறாங்களே அதுதானே, ஆஃபீஸில் சொல்கிறது தான். பஸ் எல்லாம் ஓட்டுங்க அப்படின்னு சொன்னங்காட்டி தான் வர்றோம், இல்லையே நம்மளுக்கு வரணுங்கிறது இல்லையே. மக்கள் யாரும் எதுவும் சப்போர்ட் பண்ணுவாங்க? மக்கள் யாருமே சப்போர்ட் பண்ணுற மாதிரி தெரியலையே. அது எல்லாருமே எல்லாம் அவங்கவுங்க வேலையை பார்த்து தானே இருக்காங்க. முன்னாடிப்பினா யாருக்குமே பெருசாக தெரியல, அதனால தான் அது எல்லாரும் அவங்கவுங்க வேலைக்கு போயிட்டு தானே இருக்காங்க. காலேஜ் സ്കൂൾ എല്ലാമേ இருக்குது. കോളേജും സ്കൂളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. ധാരാളം യാത്രക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരൊക്കെ ഈ ഒരു ദിവസം എല്ലാ ദിവസത്തെയും പോലെ സജീവമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അണ്ണാ എനിക്ക് മുഴു അടയ്പ്പില്ലാണ്. முழு அடைப்பில்லைண்ணா, வண்டியெல்லாம் ஓடிட்டு இருக்குங்க. ബസ്സെല്ലാം ഓടുது, எல்லா வண்டியும் ஓடுங்க, CTC எல்லா வண்டியும் ஓடுது. மக்களும் എല്ലാം மக்களும் நல்லா இருக்காங்க. ഷോപ്പുകളും മറ്റുമൊക്കെ തുറന്ന് പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒക്കെ இன்னைக்கு முழு அடைப்பு கேள்விப்பட்டேங்க. அப்பதான் கேள்விப்பட்டேங்க. வந்து வழியில மாட்டிட்டு முழிக்கிறீங்களப்பா, எங்கேயும் போக முடியாதே. ஆனால் பஸ் எல்லாம் ஓடுது அല്ലേ? பஸ் எல்லாம் ஓடுது, ஆனால் எங்கே ஏறினாலும் இறங்கிங்க போகாதுங்கிறாங்க. ஏற சொல்கிறாங்க, இறங்கி போகாதுங்கிறாங்க. അത് തന്നെയാണ്. ഒരുപാട് ആളുകൾ കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ ആളുകളും പൂർണ്ണമായിട്ടും ഇവിടെ സഹകരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ കച്ചവടങ്ങളും പുരോഗമിക്കുന്ന കാഴ്ചയുണ്ട്. അവരോട് കൂടെ ചോദിക്കാം. അണ്ണാ இன்னைக்கு முழு அடைப்பில்லை, இன்னைக்கு முழு அடைப்பு? முழு அடைப்பில்லை. கேரளா பஸ்க்கு தான் முழு அடைப்பு. பாலக்காடு அதுதான் முழு அடைப்பு. கேரளா பஸ் மட்டும் இங்கே இல்லை? இங்கே இல்லை, கேரளா பஸ்ஸே எங்கே எதுவும் கிடையாது. தமிழ்நாட்டில் ஓரளவுக்கு அப்படியே போய்கிட்டு இருக்கு. കേരള ബസ് മാത്രമാണ് ഇവിടെ നിന്നും സർവീസ് നടത്താത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. മറ്റു വഴി ഇവിടെ മുഴുവടയ്പോ മറ്റോ ഒന്നും ഇല്ല. എല്ലാവരും എല്ലാ ദിവസത്തെയും പോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ധാരാളം യാത്രക്കാർ നിൽക്കുന്നുണ്ട്. എങ്ങ പോறீங்க? நாங்க மீனாட்சிபுரம். கேரளா பஸ் இருக்குதா? அதில் கேரளா பஸ் இல்லை. அதில் முழு அடைப்பு இல்லையா இன்னைக்கு? பாரு எல்லாமே நார்மலாக ஓடிட்டு இருக்குது. இங்கே தமிழ்நாடு பொறுத்து ஒன்றும் கிடையாது, போயிட்டுருக்கு, நார்மலாக போயிட்டுருக்கு. பஸ்ஸு வேணால் கொஞ்சம் கம்மியாக இருக்குது. தட் எல்லா பஸ்ஸெல்லாம் ஹலோ கேரளா பஸ்ஸெல்லாம் கேரளா பஸ்ஸு ஸ்டாப்பான்னு தெரியல. ஏன்னா வி ஆர் நாட் ட்ராவலிங் கேரளா பஸ்ஸு. பட் தமிழ்நாடு எல்லாம் ஆல்மோஸ்ட் கரெக்டு. பட் இங்கே நம்பர் ஆஃப் பஸ்ஸஸ் வெரி லெஸ் டுடே. സപ്പോർട്ട് பண்ண വേണ്ട. മക്കളെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ഈ ഗവൺമെൻറ് എല്ലാവരും വളരെ നല്ല ഗവൺമെൻറ്റിനാ പറയുന്നത്. അതുകൊണ്ടാണ് மக்களுக்கு வந்துட்டு இவரோட தானே இந்த முழு அடைப்பை சொல்லியிருக்காங்க. கோயம்புத்தூர்ல CI2 கொஞ்சம் இருக்கு, கொஞ்சம் இருக்கு. பட் ஆனால் அது வராது. அது ഗവൺമെൻറ് வந்து யாரும் ഇത് പറയുന്നില്ല, തെറ്റു പറയുന്നില്ല. നല്ല അഭിപ്രായമാണ്. അതാണ്. ഏതായാലും ഈ ഒരു ഇതിനെ യാതൊരു തരത്തിലും തങ്ങൾ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. തമിഴ്നാട് പ്രത്യേകിച്ച് കോയമ്പത്തൂരൊക്കെ വളരെ സജീവമായിട്ട് എല്ലാ ദിവസത്തെയും പോലെ
മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ. വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളം ഒഴികെ രാജ്യത്ത് എല്ലായിടത്തും പരാജയം. രാജ്യതലസ്ഥാനത്തടക്കം സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിച്ചു. ജനജീവിതം സാധാരണഗതിയിലായിരുന്നു. കടകമ്പോളങ്ങൾ തുറന്നു. കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലടക്കം പൊതുഗതാഗതവും സാധാരണ നിലയിലായിരുന്നു. 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് അഖിലേന്ത്യാ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും കേരളം ഒഴികെ എവിടെയും പണിമുടക്ക് ബാധിച്ചില്ല. രാജ്യതലസ്ഥാനത്തെ മുഴുവൻ മന്ത്രാലയങ്ങളും തുറന്നു പ്രവർത്തിച്ചു. സ്കൂളുകൾ, സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട സ്ഥാപനങ്ങളെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു. റോഡ്, റെയിൽ ഗതാഗതത്തെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചില്ല. പണിമുടക്കാണെന്ന കാര്യം പോലും രാജ്യതലസ്ഥാനത്തെ സാധാരണക്കാർ അറിഞ്ഞില്ല. ബംഗളൂരു നഗരം സാധാരണ നിലയിലായിരുന്നു. IT സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. വാഹന ഗതാഗതവും സാധാരണ നിലയിൽ. കൊൽക്കത്ത നഗരത്തിൽ ചില ട്രേഡ് യൂണിയനുകൾ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചതൊഴിച്ചാൽ പണിമുടക്ക് പശ്ചിമബംഗാൾ ജനതയെ ബാധിച്ചില്ല. മഹാരാഷ്ട്രയിലെ മുംബൈയിലും ട്രേഡ് യൂണിയനുകൾ പ്രകടനം നടത്തി. ഹൈദരാബാദിലും ചെന്നൈയിലും ധർണകളും പ്രകടനങ്ങളും ഒഴികെ പണിമുടക്ക് ജനങ്ങളെ ബാധിച്ചില്ല. ജനം, ഡൽഹി. മലബാറിൽ ജനജീവിതം ദുസ്സഹമാക്കി ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക്. വിവിധയിടങ്ങളിൽ KSRTC ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. മലപ്പുറം മഞ്ചേരിയിൽ പോലീസുകാരെ ആക്രമിച്ചു. ആശുപത്രികളിലേക്ക് പോകേണ്ട രോഗികളടക്കം വാഹനം ലഭിക്കാതെ ബുദ്ധിമുട്ടി. അതേസമയം വിവിധ സർക്കാർ ഓഫീസുകളിൽ പാതിയിലേറെ ജീവനക്കാർ എത്തി. പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങിയ നിരവധി യാത്രക്കാർ വാഹനം ലഭിക്കാതെ വലഞ്ഞു. കൂടുതൽ പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടവരായിരുന്നു. പാവങ്ങാട് KSRTC ഡിപ്പോയിൽ നിന്നും സർവീസ് ആരംഭിച്ച ബസ്സുകൾ സമരക്കാർ തടഞ്ഞു. അതേസമയം നിരവധി ജീവനക്കാർ KSRTCയിൽ ജോലിക്കായി എത്തിയിരുന്നു. ഇല്ല, രാവിലെ വന്നതാണ്. 4:45 വണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവിടെ സമരക്കാർ വണ്ടി തടയാണ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമതും കോഴിക്കോട് നിന്ന് SM-ൻ്റെയും കൺട്രോൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് VS 2 വണ്ടി കോഴിക്കോടേക്ക് അയക്കാൻ വേണ്ടി പറഞ്ഞു. ആ വണ്ടി പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഇവിടെ സമരാനുകൂലികൾ, ഇവിടുത്തെ ജീവനക്കാരല്ലാതെ പുറത്തുനിന്നുള്ള ആളുകൾ കൂടി വന്നിട്ട് ഇവിടെ ഞങ്ങളെ തടയാണ് ചെയ്തത്. ഞങ്ങൾ പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമരക്കാർ വണ്ടി തടഞ്ഞപ്പോൾ അവരെ മാറ്റാനുള്ള ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കണ്ണൂരിലും പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കി. വളരെ കുറച്ച് ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത്. KSRTC ഡിപ്പോയിൽ രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരന് സർവീസ് അനുവദിച്ചു നൽകിയില്ല. KSRTC സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. മലപ്പുറം മഞ്ചേരിയിൽ സമരക്കാർ പോലീസ് SIയെ മർദ്ദിച്ചു. സ്വകാര്യ വാഹനം സമരക്കാർ തടഞ്ഞത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വയനാട്ടിലും KSRTC അടക്കം സർവീസ് നടത്തുന്നില്ല. പാലക്കാട് ജില്ലയിലും ജനജീവിതം ദുസ്സഹമാക്കിയാണ് പണിമുടക്ക് തുടരുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്. കൊല്ലമായൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ CITU പ്രവർത്തകർ മർദ്ദിച്ചു. CITU പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരൻ ആയൂർ സ്വദേശി നന്ദുവിനെയാണ് മർദ്ദിച്ചത്. ചടയമംഗലം പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം. Go.
എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, കൊല്ലം ആയൂരിലെ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെയാണ് ഇത്തരത്തിൽ CITU പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ആ ജീവനക്കാരനെയാണല്ലോ ഇവർ സംഘമായി ചേർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയത്, അല്ലേ? രോഹിണി, പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് CITUവിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരനായിട്ടുള്ള ആയൂർ സ്വദേശി നന്ദുവിനാണ് മർദ്ദനമേറ്റുള്ളത്. നന്ദു പുറത്തിറങ്ങി വരുമ്പോൾ ഈ CITUക്കാർ സംഘടിച്ച് തന്നെ മർദ്ദിക്കുകയായിരുന്നു. ഈ സമയത്ത് ചടയമംഗലം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മർദ്ദനത്തെ തടയുവാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ മാറ്റി നിർത്തുവാനോ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബൈക്കിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നന്ദുവിനെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തകർ ചേർന്ന് വലിച്ചിറക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ CITUവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. എന്തായാലും ഈ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിൽ ജനങ്ങളും വലഞ്ഞിട്ടുണ്ട്. കാരണം ബസ് കണ്ടക്ടറെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലോട്ട് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആയൂരിലുള്ള പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെയും CITU പ്രവർത്തകർ മർദ്ദിക്കുന്നത്. അതായത് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് രാവിലെ ഈ നന്ദു അവിടെ എത്തിയതാണ്. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിപ്പിക്കാനാവില്ല, ഇന്ന് പണിമുടക്കാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധക്കാരെല്ലാം തന്നെ ആദ്യം ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കി. തുടർന്നാണ് ഈ നന്ദു പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് വീണ്ടും അവിടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. എന്തായാലും ഈ ജീവനക്കാരെയൊക്കെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ CITUവിന്റെ നേതൃത്വത്തിൽ ഒരു ഭീഷണി ഉയർന്നിരുന്നു. അതായത് ഈ ഗേറ്റ് പൂട്ടി അവിടെ ഈ കൊടി സ്ഥാപിച്ചുകൊണ്ട് ഈ ഗേറ്റ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് CITUവിന്റെ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിലെത്തി. അപ്പോൾ 20ഓളം ജീവനക്കാർ അവിടെ എത്തി അവരെയും തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു സമീപനം. അതോടൊപ്പം തന്നെ ഇവരുമായി വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഈ സമയത്ത് ഇടപെടുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇവർ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമ്പോൾ ആക്രമണങ്ങളും ഉണ്ടാവുകയാണ്. അവിടെ എത്തുന്ന ജീവനക്കാർ അവർ ഒരു തരത്തിലും പ്രകോപനത്തിന് നിന്നില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അവർ തങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, അതിന് തങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനനുവദിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അതിനനുവദിക്കാതെ അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ CITUവിന്റെ നേതാക്കളുടെ തന്നെ സാന്നിധ്യത്തിൽ ഈ പോലീസിന്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. രോഹിണി, ശരി. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് പണിമുടക്കിന്റെ പേരിൽ വ്യാപക അക്രമം. KSRTC കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു. ആശുപത്രിയിലേക്കുള്ള ബസ് തടഞ്ഞിട്ടു. മരുന്ന് വിതരണശാലയിലും കയ്യേറ്റം. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെയും തടഞ്ഞ് CITU നേതാക്കൾ. പുലർച്ചെ കൊല്ലം KSRTC ഡിപ്പോയിലെത്തിയ CITU പ്രവർത്തകർ ആശുപത്രിയിലേക്കുള്ള അവശ്യ സർവീസ് ഉൾപ്പെടെ കൊടികുത്തി തടഞ്ഞു. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നിറക്കി. ഇതോടെ യാത്രക്കാരും മറിഞ്ഞു. കുമളിയായിരുന്നു എൻ്റെ ഷെഡ്യൂള്. ഞാൻ അതിന് 4 മണിക്ക് വന്നു. 4 മണിക്ക് വന്നിട്ട് എനിക്ക് രാവിലെ ഞാൻ അതിൻ്റെ വെബില് വാങ്ങിച്ചപ്പോൾ ഡ്രൈവറില്ല, അതുകൊണ്ട് സർവീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേന് വേറൊരു ഡ്രൈവർ വന്നപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ 5:35 തിരുവനന്തപുരം ഷെഡ്യൂളുള്ള ആളെ സൂപ്പർ സർവീസുകളാണ് മുമ്പേ വിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് 6 മണി മൂന്നാറിൻ്റെ കാർഡ് വാങ്ങിപ്പിച്ചു. ഞാനും 6 മണി മൂന്നാർ പോകാൻ തയ്യാറായി. ഞങ്ങൾ റിസർവേഷൻ ഉണ്ടായിരുന്നു, 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് നിന്ന് തന്നെയുള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്, നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. പള്ളിക്കോട്ട റോഡ് പണിയാണ് വിശ്വസമുദ്ര திருநெல்வேலியிலேருந்து வந்து இப்போ அங்கே பஸ் எதுவும் ஓடுறதுலன்னு அறியுதில்ல. ഇവിടെ വന്നതിനപ്പുறம் ബസ് ഒന്നും ഇല്ല. ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്, പോകാൻ പറ്റുമെന്ന് കരുതിയ രാവിലത്തെ സർവീസ് ആയിരുന്നു. അറേഞ്ച് ചെയ്ത വണ്ടി വെയിറ്റ് ചെയ്യാൻ പോകാൻ പറ്റുമെങ്കിൽ പോകും. പിന്നാലെ കൊല്ലത്തേക്കെത്തിയ KSRTC ബസ്സിലെ കണ്ടക്ടറെ മർദ്ദിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്ന കണ്ടക്ടർ ശ്രീകാന്തിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിച്ചിട്ടുണ്ട് അതിനകത്തൊരാൾ. അവരെ മുഖത്തടിച്ചിട്ടുണ്ട്. അതിനകത്ത് നീളം കുറഞ്ഞൊരു വെളുത്ത ഒരാൾ, നമ്മളെ സ്റ്റാഫാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. വണ്ടിക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട് ഒരാൾ. അവരിന്ന് എന്ത് പറയുന്നത്, പണിമുടക്കായിട്ട് സർവീസ് നടത്താൻ ആണ് അവർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്.
ബസ്സിനകത്തോട്ട് കയറി തല്ലുക ചെയ്തത്. ഇത് കരുനാഗപ്പള്ളി ഡിപ്പോയിലുണ്ട്. പത്തനാപുരത്ത് മരുന്നു വിതരണശാലയിലെത്തിയ സമരാനുകൂലികൾ ജീവനക്കാരനെ കയ്യേറ്റം ചെയ്തു. തെക്കൻ ജില്ലകളിലെ ആശുപത്രികളിലേക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഗോഡൌണാണ് സമരക്കാർ അടപ്പിച്ചത്. ഒരു പ്രശ്നമില്ല, പഞ്ചിങ് ചെയ്തല്ലോ. നിങ്ങൾ വൈകിട്ട് വന്നല്ലെങ്കിൽ പഞ്ചിങ് നിങ്ങൾ ഇതൊന്ന് അടച്ചിട്ടാല് ശരി അല്ല, നിങ്ങൾ ചെയ്തോ, നിങ്ങളിതൊന്ന് അടച്ചു. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരക്കാർ ഗേറ്റ് പൂട്ടി തടഞ്ഞു. 20ഓളം ജീവനക്കാരെത്തി കാത്തുനിന്നു. ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമായി. ഇങ്ങോട്ട് മാറിക്കൊടുക്കാൻ ഇങ്ങനെ മാറിക്കൊടുക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് ബലമായി അവിടെ ഇത് ചെയ്യാൻ അവകാശമില്ല. അവിടെ കയറി അവർക്ക് ബോധ്യപ്പെടണ്ടേ? അല്ലാതെ നിങ്ങൾ കയറി അവരെ ബലമായി ആരെയും തടയാനുള്ള ഇതില്ല. കോടതി ഉത്തരവെന്ന് പറഞ്ഞാൽ ചേർന്ന KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങുമെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ബസ്സുകൾ തടഞ്ഞു. സമരക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അടപ്പിക്കുകയും ചെയ്തു. ജനം, കൊല്ലം. അഖിലേന്ത്യാ പണിമുടക്കിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണം. തിരുവനന്തപുരം വിതുരയിൽ KSRTC ബസ് ഡ്രൈവർക്ക് നേരെ സമരാനുകൂലികളുടെ ആക്രമണം. നെയ്യാറ്റിൻകരയിൽ KSRTC കണ്ടക്ടറെ മർദ്ദിച്ചു. രാവിലെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ തലസ്ഥാനത്തെത്തിയ യാത്രക്കാർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും സർവീസുകളില്ലാതെ ബുദ്ധിമുട്ടി. പോലീസ് വാഹനങ്ങളിൽ അടിയന്തര സർവീസുകൾ നടത്തി. ജനദ്രോഹ പണിമുടക്കിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായി സേവാഭാരതി. തിരുവനന്തപുരത്ത് RCC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ എത്തുന്നവർക്ക് സേവാഭാരതിയുടെ സൗജന്യ സർവീസുകൾ. സേവാഭാരതിയുടെ 5 ആംബുലൻസുകളാണ് യാത്രാ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സൗജന്യ യാത്ര നടത്തുന്നത്. ന്റെ നിറവിൽ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP ജ്ഞാനം, ശീലം, ഏകത എന്നീ അർത്ഥസമ്പന്നമായ മുദ്രാവാക്യത്താൽ മൂല്യാധിഷ്ഠിതമായ ദിശാബോധവും സാമൂഹിക പരിവർത്തനവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തനമാരംഭിച്ച ABVP സ്വതന്ത്ര ഭാരതം കണ്ട ഒരുപാട് ചരിത്രങ്ങൾക്കൊപ്പം നടന്ന സംഘടനയാണ്. നിരവധി പേരുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കരുത്തിൽ ABVP അനുദിനം വളരുകയാണ്. ये सब विद्यार्थी परिषद ने सिखाया था. उठो जागो, भारत को बनाना है. 1947 സ്വതന്ത്ര ഭാരതത്തിന്റെ ശക്തി കേന്ദ്രമാകുന്ന യുവസമൂഹത്തിന് വഴികാട്ടിയാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രൂപീകരിച്ചത്. 1948 പ്രവർത്തനമാരംഭിച്ച് 1949 ജൂലൈ 9 രജിസ്റ്റർ ചെയ്തു. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രമാണ് പ്രധാനമെന്ന ഉറച്ച ബോധമാണ് ABVPയുടെ ഊർജവും മുന്നോട്ടുള്ള പാതയും. ഇന്നത്തെ വിദ്യാർത്ഥി, ഇന്നത്തെ പൗരൻ എന്ന ആശയമാണ് ABVP മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്ര പുനർനിർമ്മാണം എന്ന മഹത്തായ ലക്ഷ്യത്തിനായി ദേശീയതയുടെ വക്താക്കളായ തലമുറകളെ സൃഷ്ടിക്കുകയാണ് ABVP. ആയിരക്കണക്കിന് യൂണിറ്റുകളും ലക്ഷക്കണക്കിന് പ്രവർത്തകരുമാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. സംഘടനാ വ്യാപ്തിയും വൈവിധ്യവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ABVP മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിലെ ഭാരതീയവൽക്കരണം, കേന്ദ്രീയ വിദ്യാഭ്യാസ പീഠം സ്ഥാപിക്കുക, തൊഴിലധിഷ്ഠിത സമ്പ്രദായം എന്നിവയ്ക്കായി ABVP നടത്തിയ കാതലായ സമരങ്ങൾ ജനശ്രദ്ധയാകർഷിച്ചു. ഭാരതമെന്ന പേര് സ്വീകരിക്കുക, ഹിന്ദി ദേശീയ ഭാഷയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരങ്ങൾ ജനങ്ങൾക്ക് ദിശാബോധം പകരുന്നതായിരുന്നു. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ABVP നടത്തിയ പ്രക്ഷോഭങ്ങൾ സമര പോരാട്ടത്തിലെ ഇതിഹാസമായാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1983 അസമിലെ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റത്തിനെതിരെ നടത്തിയ പോരാട്ടവും 1992 നക്സൽ വിരുദ്ധ പ്രക്ഷോഭവും സമാനതകളില്ലാത്ത സമൂഹ പോരാട്ടമായിരുന്നു. ABVP-കാരനായ പ്രധാനമന്ത്രിയെയും ഉപരാഷ്ട്രപതിയെയും നിരവധി മുഖ്യമന്ത്രിമാരെയും ഗവർണർമാരെയും സൃഷ്ടിക്കാൻ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. സ്വാമി വിവേകാനന്ദന്റെ ചിന്തകളും ആദർശങ്ങളും പിന്തുടർന്ന് രാഷ്ട്രനിർമ്മാണ പാതയിലാണ് ABVP സഞ്ചരിക്കുന്നത്. കലാലയങ്ങളിൽ ദേശീയതയുടെ അടയാളമായി, രാജ്യസ്നേഹത്തിന്റെ പര്യായമായി, ചങ്കുറപ്പിന്റെ മാതൃകയായി നിലകൊള്ളാൻ ABVPക്ക് ഇന്നും സാധിക്കുന്നു.
കൗമാരച്ചൂട് ഇന്നും പലരുടെയും ജീവിതത്തിൽ താങ്ങും തണലുമാണ്. ജീവിതത്തിൽ അഭിമാനവും ആത്മാഭിമാനവും പ്രതിസന്ധികളെ സധൈര്യം നേരിടാനുള്ള ശേഷിയും ABVP വിദ്യാർത്ഥികൾക്ക് നൽകി. ഭാരതീയ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകുന്ന ABVPയുടെ ജൈത്രയാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.